ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൻ്റെ ഈയൊരു മൂലയിൽ നടക്കുന്ന കുർബാന തർക്ക വിഷയത്തിൻ്റെ പേരിൽ കത്തോലിക്ക സഭ വിട്ടുപോകണം, വിശ്വാസം ക്ഷയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ കരഞ്ഞ് മെഴുകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പിന്നെ കടൽ പോലെ പരന്നു കിടക്കുന്ന ഈ സഭാസാഗരത്തിലെ ചെറിയൊരു തുള്ളിയാണ് ഈ പ്രശ്നം. കടന്നു വരാൻ പോകുന്ന ഫെബ്രുവരി 7 വിശ്വാസത്തിൻ്റെ പേരിൽ നാഗസാക്കിയിൽ 26 ക്രൈസ്തവർ കുന്തം കൊണ്ട് കുത്തിയും കുരിശിൽ തറച്ചും കൊന്ന നരവേട്ട. ഇതൊക്കെ മറന്നു കളയരുതേ. ഈ സമയത്ത് ഇതൊക്കെ നമ്മൾ ഓർക്കണം. അവരുടെ ചുടുചോര കൊണ്ട് വളർത്തിയെടുത്ത കോട്ടയാണ് ഈ സഭ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ സഭ തകരുമെന്നൊന്നും ആരും മോഹിക്കണ്ട. അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ. അന്ന് നടന്ന സംഭവം ഇങ്ങനെ. ചരിത്ര നിമിഷമാണ് ഫെബ്രുവരി 6. ജപ്പാനിലെ കത്തോലിക്ക സമൂഹത്തിന് അന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നാഗസാക്കിയിൽ 26 രക്തസാക്ഷികളുടെ അനുസ്മരണ ദിനം. 1597 ഒരു ഫെബ്രുവരി ദിനത്തിലാണ് സാധാരണ വിശ്വാസികളും വിദേശ മിഷണറിമാരും ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ ക്രിസ്തുവിനെ പോലെ കുരിശു മരണം വരിച്ചത്. ബുദ്ധമതത്തിന് ആധിപത്യമുള്ള ജപ്പാന്റെ ചരിത്രത്തിൽ ഇന്നും രക്തം തളം കെട്ടി നിൽക്കുന്ന ഓർമ്മയാണ് നാഗസാക്കിയിലെ കൂട്ട രക്തസാക്ഷിത്വം. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്ന് 1222 കിലോമീറ്റർ തെക്ക് ദക്ഷിണ കൊറിയയ്ക്ക് സമീപമാണ് നാഗസാക്കി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1945 അമേരിക്കയുടെ ആറ്റം ബോംബ് പതിച്ച 2 നഗരങ്ങളിലൊന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് അന്നും പിന്നീടുള്ള വർഷങ്ങളിലും മരിച്ചത്. ആറ്റം ബോംബ് മരണത്തിനിരയായ മണ്ണിൽ മരണം വിതച്ച കറുത്ത ദിനത്തിന് 358 വർഷം മുമ്പായിരുന്നു 26 പേരുടെ രക്തസാക്ഷിത്വം. 16-ാം നൂറ്റാണ്ടിൽ ജസ്യൂട്ട് മിഷണറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറാണ് 1549 ജപ്പാനിൽ ക്രൈസ്തവ വിശ്വാസത്തിന് തിരികൊളുത്തിയത്. 1552 അദ്ദേഹം അന്തരിച്ചു. എങ്കിലും തുടർന്നുള്ള വർഷങ്ങളിലായി വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. 1587 2 ലക്ഷമായി അവരുടെ എണ്ണം. വിശ്വാസികളുടെ എണ്ണത്തിലുള്ള വർധന അധികാരികളെ അസ്വസ്ഥരാക്കി. ക്രൈസ്തവർക്കെതിരെ നിരവധി പീഡനങ്ങൾ, പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. ഇതിനിടെ 1593 ഫിലിപ്പീൻസിൽ നിന്ന് ഫ്രാൻസിസ്കൻ മിഷണറിമാരും വരാൻ തുടങ്ങി. ഇതുകൂടിയായപ്പോൾ അധികാരികൾ കൂടുതൽ ജാഗരൂകരായി. ക്രൈസ്തവരുടെ ലക്ഷ്യം രാഷ്ട്രീയ അധിനിവേശമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ കാലത്ത് ജപ്പാൻ തീരത്ത് നിന്ന് കിലോമീറ്റർ അകലെ കടലിൽ വെച്ച് സ്പെയിനിന്റെ ഒരു കപ്പലിൽ നിന്ന് അധികൃതർ യുദ്ധസാമഗ്രികൾ പിടിച്ചെടുത്തത് മതപീഡനത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു. ജപ്പാന്റെ തീവ്ര ചിന്താഗതിക്കാരനായ ടൊയോട്ടോമി ഹിദയോഷി 26 കത്തോലിക്കരെ വധിക്കാൻ ഉത്തരവിട്ടു. അന്ന് ജപ്പാൻകാരായ 3 ജസ്യൂട്ട് വൈദികർ, 6 വിദേശ ഫ്രാൻസിസ്കൻ മിഷണറിമാർ, അവരോടൊപ്പം കുട്ടികൾ ഉൾപ്പെടെ നിരവധി കത്തോലിക്ക വിശ്വാസികൾ എന്നിവരെ നാഗസാക്കിയിലെ മലഞ്ചെരുവിൽ വെച്ച് കുന്തം കൊണ്ടുകുത്തിയും കുരിശിൽ തറച്ചും വധിക്കുകയായിരുന്നു. കപ്പലുമായോ അതിരായുധങ്ങളുമായോ ഒരു ബന്ധമില്ലാത്തവരായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ. ടോക്കിയോയിൽ നിന്ന് 1200-ലേറെ കിലോമീറ്റർ തെക്കോട്ട് നാട്ടിൻ പ്രദേശങ്ങളിലൂടെ 1 മാസത്തോളം നടത്തിയാണ് ഇവരെ വധിക്കാനായി കുന്നിൻ ചെരുവിലെത്തിച്ചത്. മുന്നറിയിപ്പ് നൽകുകയായിരുന്നു കിരാതമായ കൊലപാതകത്തിന്റെ ലക്ഷ്യം. എങ്കിലും രക്തസാക്ഷിത്വത്തിന്റെ ചുടുനിണമൊഴുകിയ മണ്ണിൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ വിശ്വാസത്തിന്റെ നവവസന്തം വിരിയുക തന്നെ ചെയ്തു. നാഗസാക്കി നഗരപ്രാന്തത്തിലെ രക്തസാക്ഷികളുടെ കുന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന പുണ്യസ്ഥലമാണ് ഇന്നത്. ആ 26 രക്തസാക്ഷികളെ 1862 9-ാം പീസ് പാപ്പ വിശുദ്ധരായി നാമകരണം ചെയ്തു. ജപ്പാന്റെ ജനസംഖ്യയുടെ 1.5% പേരാണ് ഇന്ന് ക്രൈസ്തവർ. മതനിരപേക്ഷതയെ ആദരിക്കുന്ന ആധുനിക ജപ്പാന്റെ ഭരണകൂടങ്ങൾ ക്രൈസ്തവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഇപ്പോൾ ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പ 2019 ജപ്പാൻ സന്ദർശിച്ചപ്പോൾ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതായത് ജപ്പാന്റെ ജനസംഖ്യയുടെ 20 ലക്ഷം പേർ ഇന്ന് ക്രൈസ്തവർ എന്ന്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ ഈ നിമിഷം, ഇപ്പോഴ്.